Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുസ്തകമാണ് ഇനി വരുന്ന കാലത്തിന്റെ മതവും പ്രത്യയശാസ്ത്രവുമാകേണ്ടതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ. പുതിയ കാലത്ത് വായന കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും എം മുകുന്ദൻ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനായനം പരിപാടിയുടെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വണ്ടിയിൽ ചെറുനാരങ്ങ കച്ചവടം ചെയ്യുന്നതിന്റെ മറവിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് രാത്രികാലങ്ങളിൽ ലഹരി പാർട്ടിയും ലഹരി വിൽപ്പനയും. മെത്താഫിറ്റമിൻ സഹിതം യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പുതിയങ്ങാടി സ്വദേശി കുഞ്ഞി അഹമ്മദ് പി എന്നയാളാണ് എക്സൈസിന്റെ പിടിയിലായത്. ലീഡർ കെ കരുണാകരൻ 107ാം ജന്മവാർഷിക ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ ജന്മദിനാഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. വീണ്ടും ഒരു ജൂലൈ 5, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ലളിതവും നർമ്മരസം തുളുമ്പുന്നതുമായ ബഷീർ കൃതികൾ ഇതിഹാസ തുല്യമായ സ്ഥാനം നേടിയെടുത്തവയാണ്. വിശദമായ വാർത്തകളിലേക്ക്. പുസ്തകമാണ് ഇനി വരുന്ന കാലത്തിന്റെ മതവും പ്രത്യയശാസ്ത്രവുമാകേണ്ടതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ. പുതിയ കാലത്ത് വായന കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനായനം പരിപാടിയുടെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പം ആദ്യകാലത്ത് നമ്മൾ വായിച്ചത് വായനയുടെ ആഹ്ലാദം അനുഭവിച്ചറിയാൻ വേണ്ടിയാണ്. ഒരു നോവൽ കയ്യിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കവിത നമ്മൾ വായിക്കുമ്പോൾ വായനയുടെ ആഹ്ലാദം അറിയാൻ വേണ്ടിയാണ് നമ്മൾ വായിച്ചത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വായന നമുക്ക് ഒരാവശ്യമാണ്. വായന എന്നുള്ളത് ഭക്ഷണം പോലെ, പിന്നെ ജീവവായു പോലെ, വെള്ളം പോലെ നമുക്ക് ആവശ്യമാണ്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വായനയാണ് നമ്മെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത്. നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്, നമ്മളെ മനുഷ്യനാക്കുന്നത്, യഥാർത്ഥ മനുഷ്യനാക്കുന്നത് വായനയാണ്. വായനയിൽ കൂടിയാണ് നമ്മുടെ മനസ്സ് ആർദ്രമാകുന്നത്, നമ്മളിൽ നീതിബോധം ഉണ്ടാകുന്നത്, നമ്മളിൽ സഹജസ്നേഹമുണ്ടാകുന്നത്. ഇതൊക്കെ വായനയിൽ കൂടിയാണ്. വായനായനം പോലൊരു പരിപാടി ലോകത്ത് മറ്റെവിടെയും നടന്നിരിക്കാനിടയില്ലെന്ന് എം മുകുന്ദൻ പറഞ്ഞു. പുസ്തകത്തെ പുസ്തക ദൈവം എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിൽ ഫാസ്യത്തിന് സ്ഥാനമില്ല. ഏതു വേദനകളിലെയും സാന്ത്വനമാണ് വായന. 5000 വർഷമായി വായന നമ്മുടെ കൂടെയുണ്ട്. നീതിബോധവും ആർദ്രതയുമുള്ള മനുഷ്യരുടെ സൃഷ്ടി വായനയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പുസ്തകമാണ് ഇനി വരുന്ന കാലത്തിന്റെ മതവും പ്രത്യയശാസ്ത്രവുമാകേണ്ടതെന്നും എം മുകുന്ദൻ പറഞ്ഞു. ചടങ്ങിൽ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് മുഖ്യാതിഥിയായിരുന്നു. ടി മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ ശിവകുമാർ, രമേഷ് കുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വണ്ടിയിൽ ചെറുനാരങ്ങ കച്ചവടം ചെയ്യുന്നതിന്റെ മറവിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് രാത്രികാലങ്ങളിൽ ലഹരി പാർട്ടിയും ലഹരി വിൽപ്പനയും. 3.56 ഗ്രാം മെത്താഫിറ്റമിൻ സഹിതം യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പുതിയങ്ങാടി സ്വദേശി കുഞ്ഞി അഹമ്മദ് പി എന്നയാളെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. മാടായി മേഖലയിൽ മയക്കുമരുന്ന് വേട്ട തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാപ്പിനിശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജസീർ അലിയും പാർട്ടിയും ഉത്തരമേഖല എക്സൈസ് കമ്മീഷണർ സ്ക്വാഡംഗം നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയങ്ങാടി ഇട്ടമ്മലിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ പുതിയങ്ങാടി സ്വദേശി ഇട്ടമ്മൽ കുട്ടിഹസൻ ഹൌസിൽ പി കുഞ്ഞി അഹമ്മദിനെ 3.56 ഗ്രാം മെത്തഫിറ്റമിനുമായി പിടികൂടി.
ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലോറിയിൽ ഡ്രൈവർ എന്ന നിലയിൽ പോയി മെത്തഫിറ്റമിനും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും കൊണ്ടുവന്ന് കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും എത്തിച്ചു നൽകുന്ന വിതരണ ശൃംഖലയിൽ ഉള്ളയാളാണ് കുഞ്ഞി അഹമ്മദ് എന്ന് എക്സൈസ് ഓഫീസർ പറയുന്നു. കുഞ്ഞി അഹമ്മദ് വാഹനത്തിൽ ചെറുനാരങ്ങ കച്ചവടം ചെയ്യുന്നതിന്റെ മറവിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് രാത്രികാലങ്ങളിൽ ലഹരി പാർട്ടി നടത്തുന്നതായും പറയുന്നു. നിരവധി യുവതീ-യുവാക്കൾ ഇയാളുടെ വലയിൽ വീണിട്ടുണ്ട്. പഴയങ്ങാടി, പുതിയങ്ങാടി, വെങ്ങര, ചെമ്പല്ലിക്കുണ്ട്, ഏഴിലോട്, പിലാത്തറ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പാപ്പിനിശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും സംഘവും പിടികൂടിയ കുഞ്ഞി അഹമ്മദിനെ പയ്യന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജിത് കുമാർ PMK, പ്രിവന്റീവ് ഓഫീസർ രജിരാഘു PP, സിവിൽ എക്സൈസ് ഓഫീസർ സനീബ് K, വിവേക് MK, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈമ KV എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പഴയങ്ങാടി മേഖലയിൽ ഇതിനു മുൻപും പോലീസും എക്സൈസും ലഹരി സംഘങ്ങളെ പിടികൂടിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ K. കരുണാകരൻ ജന്മദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ലീഡർ K. കരുണാകരന്റെ 107ാം ജന്മദിനത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും നടന്നു. MK രാജൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ സമയമെടുത്തുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്പർശിക്കാൻ കൂടി കഴിയൂ. അങ്ങനെ വളരെ ദീർഘമായി സംസാരിക്കാൻ ഞാൻ മുതിരുന്നില്ല. കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ താലൂക്കിൽ ജനിക്കുകയും തൃശൂർ രാഷ്ട്രീയത്തിൻ്റെ തട്ടകമാക്കി മാറ്റുകയും K. ജയരാജ് അധ്യക്ഷത വഹിച്ചു. ദാമോദരൻ ME, DK ഗോപിനാഥ്, KP മോഹനൻ, VM പീതാംബരൻ, P. ശശിധരൻ മാസ്റ്റർ, പിലാക്കൽ അശോകൻ, KT ഹരീഷ്, KV മോഹൻ, അർഷാദ് കവ്വായി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വീണ്ടും ഒരു ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ലളിതവും നർമ്മരസം തുളുമ്പുന്നതുമായ ബഷീർ കൃതികൾ ഇതിഹാസ തുല്യമായ സ്ഥാനം നേടിയെടുത്തവയാണ്. ആഖ്യയും ആഖ്യാതവുമില്ലാത്ത, മലയാളം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഭാഷയിൽ ജീവിതത്തിന്റെ സകല നോവുകളെയും ബഷീർ ചിരിയിലേക്ക് പകർത്തി. സ്വന്തം അനുഭവങ്ങൾ കടലാസ് താളിലേക്ക് പകർത്തിയപ്പോൾ അത് വിശ്വസാഹിത്യത്തോളം വളർന്നു. അനുഭവങ്ങളുടെ വെയിലും മഴയും നനഞ്ഞ് ഉമ്മറക്കോലായിൽ എഴുതാനിരുന്ന ബഷീർ വായനക്കാർക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഭാഷയിൽ ലളിതമായി പല പല ജീവിതങ്ങൾ കാണിച്ചു തന്നു. ഏതായാലും ചിരിയും ചിന്തയും ഒരുമിച്ച് പകർത്തിയ എഴുത്തുകാരൻ വായനക്കാരുടെ ഓർമ്മകളിൽ ഇന്നും നല്ല സ്റ്റൈലായി തന്നെ ജീവിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് തകർന്നു വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോറോം നോർത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. നാട്ടുകാരെ അറിഞ്ഞില്ലേ? കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരണപ്പെട്ടതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോറോം മണ്ഡലം കമ്മിറ്റി കോറോം നോർത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പ്രശാന്ത് കോറോം, K. പ്രേമൻ, രമേശൻ കപ്പച്ചേരി, രജനി രമേശൻ, ഗോകുൽ ഗോപി, അർജുൻ കോറോം, AP രാമചന്ദ്രൻ, പ്രകാശൻ മണിയറ, അപ്പു കോറോം, അബ്ബാസ് ഖനായി എന്നിവർ സംസാരിച്ചു. അമ്മയ്ക്ക് ഒന്ന് അവരുടെ പ്രാഥമിക കാര്യം നിർവഹിച്ച് തിരിച്ചു വരാൻ സാധിക്കാതെ ആ മണ്ണിനടിയിലേക്ക് തന്റെ ജീവൻ ഹോമിക്കേണ്ടി വന്ന നാടായി ആരോഗ്യ രംഗത്ത് ഒരു കാലഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭ പോലും അന്താരാഷ്ട്ര അവിടെ എത്തിയിരിക്കുന്നുവെന്ന ദുഃഖകരമായ ഒരു സാഹചര്യമാണ് നാം കണ്ടത്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ പ്രത്യേക ഗ്രാന്റും ഫണ്ടും അനുവദിച്ചുകൊണ്ട് തന്റെ നാട് എന്ന ഒരു വലിയ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വലിയ നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന മെഡിക്കൽ കോളേജാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചെറുകുന്ന് അമ്പലം ഇടക്കേപ്പുറം റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി ഓവുചാൽ നിർമ്മിക്കും. ഇടക്കേപ്പുറത്ത് ഓവുചാൽ നിർമ്മിക്കാൻ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. ചെറുകുന്ന് അമ്പലം ഇടക്കേപ്പുറം റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ജനങ്ങൾക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. ഓവുചാലില്ലാത്തത് കാരണം റോഡിലും സമീപത്തെ കടകൾക്ക് മുന്നിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. മഴക്കാലത്ത് പ്രദേശത്തെ വെൽഡിംഗ് ഷോപ്പിൽ പ്രവൃത്തി നടത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ചെറുകുന്ന് അമ്പലം ഇരണാവ് CRC വഴി മടക്കര ഭാഗത്തേക്ക് ബസ് ഉൾപ്പെടെ സർവീസ് നടത്തിയിരുന്ന റോഡ് കൂടിയാണിത്. റോഡ് മെക്കാഡൻ ടാറിംഗ് നടത്തി നവീകരണം നടത്തിയിരുന്നുവെങ്കിലും ഓവുചാൽ നിർമ്മിച്ചിരുന്നില്ല. ഇടക്കേപ്പുറത്ത് പുതുതായി ഓവുചാൽ നിർമ്മിക്കാൻ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. ഇടക്കേപ്പുറത്ത് മുങ്ങം ചെറുകുന്ന് റോഡിന്റെ വെള്ളക്കെട്ട് പ്രശ്നം അത് പരിഹരിക്കണമെന്ന ദീർഘകാലത്തെ ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 30 ലക്ഷം രൂപ അത് PWയുടെ പ്രത്യേക ഹെഡിൽ വെച്ച് അനുവദിച്ചുകൊണ്ട് ആ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫണ്ട് പാസ്സായി അത് വളരെ വേഗതയിൽ തന്നെ വർക്ക് അറേഞ്ച് ചെയ്ത് പൂർത്തീകരിക്കാനാണ് നിലവിൽ PWക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നവോദയ വായനശാല മുതൽ 340 മീറ്റർ നീളത്തിൽ ഓവുചാൽ നിർമ്മിക്കുന്നതിനാണ് തുക അനുവദിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടന്നു. പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദുകല PR ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ്, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, ആയുഷ്, PHC ആയുർവേദം, കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദുകല PR ഉദ്ഘാടനം ചെയ്തു. M മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം ആയുഷ് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജന സാവിത്രി KS, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആയുഷ് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമർനാഥ് KS എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. VV ഉപേന്ദ്രൻ, പള്ളിക്കര ദാമോദരൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പെരളം കൊഴുമ്മൽ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ബഷീറിന്റെ കഥാലോകത്തെ സിത്താര P പരിചയപ്പെടുത്തി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പെരളം കൊഴുമ്മൽ പൊതുജന വായനശാല ഗ്രന്ഥാലയം ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബഷീറിന്റെ കഥാലോകത്തെ സിത്താര P പരിചയപ്പെടുത്തി. ഒരു വലിയ കുറ്റം ഞാൻ ചെയ്തു എന്ന് ബാക്കി നാട്ടുകാരും പോലീസുകാരും ഒക്കെ അറിഞ്ഞാലും തന്റെ ജോലി തന്നെ പോകും, ഇനി തനിക്ക് പെൻഷൻ ഒന്നും കിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം തോമ തിരിച്ചു വരികയാണ്. മഴയൊക്കെ നനഞ്ഞ് തോമ തിരിച്ച് അതേ ലോക്കപ്പിൽ, പോലീസ് ഒന്ന് പറയുന്നതിന് മുമ്പേ തോമ ലോക്കപ്പിൽ മുറിയിൽ കയറി അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഒരു സാധനം എടുത്തിട്ട് പോലീസുകാരന് കൊടുക്കുമ്പോൾ പോലീസുകാരൻ നോക്കുമ്പോൾ കണ്ടത് സ്വർണത്തിന്റെ ഒരു കട്ടയായിരുന്നു. അത് ഇവിടുന്ന് ഒടിച്ചെടുത്ത ഒരു കഷ്ണം കട്ട സ്വർണത്തിന്റെ കട്ടയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തത്. പോലീസുകാരൻ വളരെ ഞെട്ടലോടെയാണ് എങ്ങനെയാണ് തോമയ്ക്ക് ഇത് ലഭിച്ചു, എവിടുന്നാണ്, എന്താ സാധനം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഒരു ചെറിയ സ്വർണ്ണക്കട്ട, എവിടുന്ന് ഒടിച്ചെടുത്ത ഒരു ചെറിയ കഷ്ണം സ്വർണ്ണക്കട്ട, ഇത്ര മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. പെരളം UP സ്കൂളിലെ കുട്ടികൾ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി വായനശാലയിൽ എത്തി. ചടങ്ങിൽ സന്തോഷ് K അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ലീന P, രാധാകൃഷ്ണൻ മാസ്റ്റർ, ശാരദ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന യോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗ ക്യാമ്പ് T വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏകദിന യോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗ ക്യാമ്പ് പയ്യന്നൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. കുറേയേറെ അസുഖങ്ങൾ, ഇത് ഏറ്റവും പ്രധാനമായിട്ടും ചികിത്സാ രീതി എന്ന നിലയിൽ തന്നെ നമുക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നു. ഇന്നിപ്പോൾ മറ്റ് ആയോധന കലകളിലൊക്കെ തന്നെ സ്ട്രെച്ചിങ് ഉൾപ്പെടെ, സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് പഴയ യോഗയുടെ ഒരു ഭാഗമായിട്ട് ഉള്ളതാണ് എന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഉൾപ്പെടെ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്വസന പ്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നമ്മുടെ ആരോഗ്യ പരിപാലനം കുറേ കൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് കഴിയത്തക്ക നിലയിലുള്ളതാണ് യോഗ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് കഴിയും. ഡോക്ടർ പ്രേമരാജൻ കാന, C ലക്ഷ്മണൻ മാസ്റ്റർ, ഗോവിന്ദൻ പായം എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു.
മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സെക്രട്ടറി PA സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി D സുനിൽ, പയ്യന്നൂർ പ്രസ് ഫോറം സെക്രട്ടറി T ഭരതൻ, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി VP സുരേഷൻ, ജില്ലാ ജൂഡോ അസോസിയേഷൻ സെക്രട്ടറി പ്രകാശൻ മാസ്റ്റർ T കണ്ണൻ, പ്രകാശൻ പയ്യന്നൂർ, MM രവീന്ദ്രൻ, P ശ്യാമള, MP ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള പൂരക്കളി അക്കാദമി അവാർഡിന് അർഹനായി തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ കാനക്കീൽ കമലാക്ഷൻ പണിക്കർ. 2019 ഫോക്ലോർ അക്കാദമിയുടെ അവാർഡിനും ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. 1978 അമ്മാവൻ കാനക്കീൽ കരുണാകരൻ പണിക്കരുടെ കീഴിൽ മറത്തുകളിയുടെ ബാലപാഠം അഭ്യസിച്ചത്. പിന്നീട് പൂരക്കളി മറത്തുകളിക്ക് വേണ്ടുന്ന വിഷയങ്ങൾ പഠിപ്പിച്ചത് പരേതനായ VP ദാമോദരൻ പണിക്കരാണ്. മടിക്കൈ ഗോപാലകൃഷ്ണൻ പണിക്കരിൽ നിന്നും മറത്തുകളിക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ അഭ്യസിച്ചു. 1982 യാദവ സമുദായത്തിന്റെ ഒന്നാം കഴകമായ ശ്രീ കണ്ണമംഗലം കഴകത്തിൽ പൂരക്കളി മറത്തുകളിക്ക് അരങ്ങേറ്റം കുറിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ യാദവ സമുദായ ക്ഷേത്രങ്ങളിൽ മറത്തുകളിക്ക് നേതൃത്വം കൊടുത്തു. 2006 പയ്യന്നൂർ കാപ്പാട്ട് കഴകത്തിൽ നിന്നും പട്ടും വളയും നൽകി ആദരിച്ചു. 2011 നാദക്കോട്ട് കഴകത്തിൽ നിന്നും പൂരക്കളി മറത്തുകളിയുടെ പരമോന്നത ബഹുമതിയായ വീരശൃംഖല ലഭിച്ചു. 2019 ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പൂരക്കളി മറത്തുകളി രംഗത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ 14ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മാവനായ ശ്രീ കാനിക്കൽ കരുണാകര പണിക്കരുടെ ശിക്ഷണത്തിൽ പൂരക്കളി മർത്തുകളിയുടെ ബാലപാഠവും അതേപോലെ തന്നെ സിദ്ധരൂപം, ശ്രീരാമോദന്തം, ബാലപ്രബോധം തുടങ്ങിയ കാവ്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നതാണ് എൻ്റെ അമ്മാവൻ. അതിനുശേഷം പൂരക്കളി മർത്തുകളിക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മാവനും കൂടി കരുവള്ളൂർ ശ്രീ VP ദാമോദരൻ പണിക്കൃഷ്ണൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുകയായിരുന്നു. അവിടുന്ന് ഏകദേശം പൂരക്കളി മർത്തുകളിക്ക് വേണ്ടുന്ന വിഷയങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം 1982 യാദവ സമുദായത്തിൻ്റെ ഒന്നാം കഴകമായ ശ്രീ കണ്ണമംഗലം കഴകത്തിൽ എൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നത്. 42 വർഷമായി ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ E ശ്രീധരൻ മാസ്റ്ററുടെ ശിക്ഷണത്തിലാണ് മറത്തുകളി വിഷയങ്ങൾ അഭ്യസിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മികച്ച ഇനം കമുക് കുരുമുളക് വിൽപ്പന ഉദ്ഘാടനം ബാങ്ക് പരിസരത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അത്യുൽപാദന ശേഷിയുള്ള ഇന്റർമംഗള, മോഹിത് നഗർ തുടങ്ങിയ കവുങ്ങിൻ തൈകളും മികച്ച ഇനം കുരുമുളക് തൈകളായ കുറ്റി കുരുമുളക്, പന്നിയൂർ 1-5 തുടങ്ങിയ കുരുമുളക് തൈകളുടെയും വിൽപ്പന ഉദ്ഘാടനം ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കരിവള്ളൂർ സഹകരണ ബാങ്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മാതൃകാപരമായ രീതിയിലാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാർഷിക മേഖലയിൽ ഇന്നിപ്പോൾ നമുക്കറിയാം, ഇപ്പം അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഇപ്പം മരത്തിലൊക്കെ കയറി കുരുമുളക് പറിക്കാൻ ആളെ കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പം അതിനൊക്കെ മറികടന്നുകൊണ്ട് നമുക്കറിയാം ചെടിച്ചട്ടിയിൽ തന്നെ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ കാർഷിക നഴ്സറിയിൽ തന്നെ അത് ഉൽപാദനം ചെയ്തുകൊണ്ട് കവുങ്ങും തൈയും കുരുമുളക് തൈയും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ കുരുമുളകിനൊക്കെ നല്ല വിലയുള്ള സമയമാണ്. അപ്പോൾ അത് തന്നെ കൂടുതൽ കാർഷിക മേഖലയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതാണ് മാതൃകാപരമായി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. കർഷകനായ ഈശ്വരൻ നമ്പൂതിരി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കരിവള്ളൂർ പെരളം കൃഷി ഓഫീസർ അനുഷ KN വിശിഷ്ടാതിഥിയായി. ബാങ്ക് ഡയറക്ടർ NV കുഞ്ഞിരാമൻ, ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മാസ്റ്റർ, ബാങ്ക് സെക്രട്ടറി K ദിനേശൻ, ബാങ്ക് ഡയറക്ടർ P ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക അംഗവും ഗ്രന്ഥശാല സംഘത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന K ദാമോദരന്റെ അനുസ്മരണം തൃക്കരിപ്പൂർ C അച്യുതമേനോൻ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു.
വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ഗ്രന്ഥശാല സംഘത്തിന്റെ മുന്നണി പോരാളി കെ ദാമോദരന്റെ അനുസ്മരണം നടത്തിയത്. തൃക്കരിപ്പൂർ സി അച്യുതമേനോൻ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പി കുഞ്ഞമ്പു സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ചരിത്രം, കേരള ചരിത്രത്തെ കുറിച്ച് വളരെ ഇതായ പുസ്തകം കേരള ചരിത്രം എന്ന് നൽകി. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. ഇപ്പോൾ മാർക്സിസത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്സിസത്തെ കുറിച്ച് ഏറ്റവും വളരെ ലളിതമായ നിലയിൽ ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള രചനകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ കൈപ്പുസ്തകങ്ങൾ പോലെ എഴുതിയിട്ടുണ്ട്. മാർക്സിസത്തിന്റെ ബാലപാഠം എന്നുള്ള പുസ്തകം, അതുപോലുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. ഞാനത് പറയുന്നത് അപ്പം ഈ നിലയിലെല്ലാം, അതായത് സ്വാതന്ത്ര്യ സമര സേനാനി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, അതുപോലെ തന്നെ ഭാരതീയ തത്വചിന്തയെ KV ദിലീഷ് അധ്യക്ഷത വഹിച്ചു. CV ജയരാജ്, രാഘവൻ മാണിയാട്ട്, MP വിജീഷ്, രവീന്ദ്രൻ മാണിയാട്ട്, VM ചന്ദ്രൻ, K മനോഹരൻ എന്നിവർ സംസാരിച്ചു. വായനാ പക്ഷാചരണ ഭാഗമായി മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനും ഗ്രന്ഥശാല സംഘം കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റുമായിരുന്ന മധുരൻ കൈയിലെ P അമ്പു മാസ്റ്ററെ വീട്ടിലെത്തി ആദരിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉപഹാരം സമർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ഹരിത കർമ്മസേനാംഗങ്ങൾ പയ്യന്നൂർ ടൗണിൽ വിളംബര ജാഥ നടത്തി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായിരുന്ന ലീഡർ K കരുണാകരന്റെ 107ാം ജന്മവാർഷിക ദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, DKTF സംസ്ഥാന ജനറൽ സെക്രട്ടറി C രവി, PV കണ്ണൻ മാസ്റ്റർ, KP ദിനേശൻ, V മനോഹരൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ നടന്ന പുഷ്പാർച്ചനയ്ക്ക് K പത്മനാഭൻ, T സുരേശൻ, അജിത് തക്കീൽ, KNC ഇബ്രാഹിം, TV ആനന്ദകൃഷ്ണൻ, N സൈത്തലവി എന്നിവർ നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ ഭരണപരമായ നേട്ടങ്ങൾ ഇന്നും ഈ കേരളത്തിലെ ജനത അനുഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിന്റെ ഫലമായിട്ടുള്ള ഭരണപരമായ നേട്ടങ്ങളാണ്. ഈ കൊച്ചു കേരളത്തിലെ ടെക്നോ പാർക്ക് ഉൾപ്പെടെ എറണാകുളം, കൊച്ചിയിലെ നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളം ഉൾപ്പെടെ ബൃഹത്തായ നിരവധി പദ്ധതികൾ നടപ്പാക്കിയ പ്രിയപ്പെട്ട ശ്രീ K കരുണാകരൻ ഇന്നിവിടെ കാണുന്ന ആരോഗ്യപരമായ നിരവധിയായ നേട്ടങ്ങൾക്കും നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഇന്ന് ആരോഗ്യരംഗം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായപ്പോഴും K കരുണാകരന്റെ കാലഘട്ടത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ജില്ലാതല ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ബൃഹത്തായ പദ്ധതിക്കായിരുന്നു രൂപം കൊടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാലക്കുന്ന് പാഠശാല ആരാമത്തിന്റെ മണിനാഥം അനുസ്മരണ സായാഹ്നം സംഘടിപ്പിച്ചു. പാഠശാല ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് പാഠശാല ആരാമത്തിന്റെ മണിനാഥം അനുസ്മരണ സായാഹ്നം സംഘടിപ്പിച്ചു. ഇടപ്പള്ളി രാഘവൻ പിള്ളയെയും പൊൻകുന്നം വർക്കിയെയും അനുസ്മരിച്ചു. പാഠശാല ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മണിനാഥം മാതൃഭൂമിക്കും നാളത്തെ പ്രഭാതം മലയാള രാജ്യത്തിനും അച്ചടിക്കാൻ കൊടുത്തിട്ട് അവർ രണ്ടുപേരോടും പറഞ്ഞു, നാളെ തന്നെ ഇത് അച്ചടിച്ച് വരണേ നിങ്ങളുടെ വാരികയിൽ. എന്താണ്? മണിനാഥവും നാളത്തെ പ്രഭാതവും. 2 കവിതകളാണ്. ഒന്ന് മാതൃഭൂമി കൊടുത്തു മണിനാഥം, രണ്ടാമത്തത് മലയാള രാജ്യത്തിന് കൊടുത്തു നാളത്തെ പ്രഭാതം. അച്ചടിച്ച് വരണേ നാളെ എന്നും പറഞ്ഞിട്ട് പോവുകയും അന്ന് രാത്രി ഒരു കയറത്തുണ്ടിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. ചടങ്ങിൽ കൊടക്കാട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. K സുബേർ, K രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
സൂംബ ഡാൻസിനെതിരെയുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടിയായി പഴയങ്ങാടിയിൽ സൂംബ ഡാൻസ് കളിച്ച് പ്രതിഷേധിച്ച് ബാലസംഘം പ്രവർത്തകർ. സൂംബയ്ക്കെതിരെ ചില സംഘടനകൾ നടത്തിയ അധിക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും എതിരെയാണ് ബാലസംഘം പ്രതിഷേധിച്ചത്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനായാണ് ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സൂംബ ഡാൻസ് നടപ്പിലാക്കിയത്. സൂംബയ്ക്കെതിരെ ചില സംഘടനകൾ നടത്തിയ അധിക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കുമെതിരെയാണ് ബാലസംഘം പ്രതിഷേധിച്ചത്. മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സൂംബ ഡാൻസ് അവതരണം നടന്നു. ട്രെയിനർ PV അജിതയാണ് നേതൃത്വം നൽകിയത്. സമൂഹത്തെ പുറകോട്ട് നയിക്കുന്ന ഇത്തരം അധിക്ഷേപങ്ങളെ ആധുനിക സമൂഹം തള്ളിക്കളയണമെന്ന് ബാലസംഘം ജില്ലാ സെക്രട്ടറി MP ഗോകുൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ജനകീയ സർക്കാർ പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ മുഴുവൻ സ്കൂളിനകത്തും സൂംബ ഡാൻസ് നടത്തണം എന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. നമുക്കറിയാം ജൂൺ മാസം 20-ാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇന്നത്തെ കുട്ടികളെ വേട്ടയാടുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് ലഹരി മാഫിയ സംഘങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാ മേഖലകൾക്കും വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. മുഴുവൻ വിദ്യാലയങ്ങളിലും കുട്ടികളെ സൂംബ ഡാൻസ് അവതരണം ആ ക്യാമ്പസുകൾക്ക് നടത്തണം എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായി. എന്നാൽ ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി മുഴുവൻ സ്കൂളിനകത്തും ഡാൻസ് കളിച്ചതിൻ്റെ ഭാഗമായി അതിൻ്റെ നല്ല പ്രചരണമല്ല നമ്മൾ നവമാധ്യമത്തിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് K. ശ്രേയ, M. അനുരാഗ, MP അനുശ്രീ, PV പ്രദീപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ലീഡർ K. കരുണാകരൻ 107-ാം ജന്മവാർഷിക ദിനാചരണം കുഞ്ഞിമംഗലം മൂശാരിക്കോവിലിൽ നടന്നു. നിരവധി പ്രവർത്തകർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ K. കരുണാകരന്റെ 107-ാം ചരമവാർഷിക ദിനാചരണം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം മൂശാരിക്കോവിലിൽ നടന്നു. മൂശാരിക്കോവിൽ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിന് KP ശശി, KV സതീഷ് കുമാർ, VV ബിജു, AV തമ്പാൻ, TV നിതീഷ്, TV ഗോപി, P. അഭിലാഷ്, രാജീവ് P, രതീഷ് കുമാർ, രഞ്ജിത്ത് K തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ ലഹരി വിമുക്ത നവകേരളം പദ്ധതിയുടെ പയ്യന്നൂർ സബ് ജില്ലാതല ഉദ്ഘാടനം പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു. പയ്യന്നൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്യൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ K. രാജീവൻ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. ചടങ്ങിൽ ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി PC ജയസൂര്യൻ സ്വാഗതവും ട്രഷറർ PK ബിന്ദു നന്ദിയും പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ അവതരിപ്പിച്ച സംഗീതശില്പം, സൂംബ ഡാൻസ് എന്നിവ അരങ്ങേറി. അവസാനം എനിക്ക് മദ്യം കഴിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു സംഘടനയുണ്ട്. അതിന്റെ ബോംബെയിലാണ് അതിന്റെ ആസ്ഥാനം. അവരുടെ ബ്രാഞ്ചുകളിലൂടെ എത്തിയിട്ടുണ്ട്. കേരളത്തിലുണ്ട്, പയ്യന്നൂർ വെച്ച് വിപുലമായ ഒരു യോഗ അവർ നടത്തി. ഒരുപാട് ആളെ ശ്രമിച്ചു. ഞാനതിൽ പങ്കെടുത്തു. എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നിരുന്നു കൈകൊള്ളിക്കൊണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പളനിസ്വാമി അടങ്ങുന്ന സംഘം ഇയാൾ ചെയ്തെങ്ങനെയാണ് തിരിച്ചുകൊണ്ടുവരാൻ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ജൂലൈ 9-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് യൂണിയൻ നേതാക്കൾ. പണിമുടക്കിന് മുന്നോടിയായി 8-ാം തീയതി വൈകിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ജൂലൈ 9-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ പയ്യന്നൂരിൽ മാധ്യമ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പണിമുടക്കിന് മുന്നോടിയായി 8-ാം തീയതി വൈകിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും. പണിമുടക്ക് ദിവസം പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടക്കും. കൂടാതെ പ്രധാന കേന്ദ്രങ്ങളിലും പ്രകടനങ്ങൾ നടക്കും. PV കുഞ്ഞപ്പൻ, KK കൃഷ്ണൻ, KK ഗംഗാധരൻ, MV രാഘവൻ, VK ബാബുരാജ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുസ്തകമാണ് ഇനി വരുന്ന കാലത്തിന്റെ മതവും പ്രത്യയശാസ്ത്രവുമാകേണ്ടതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ. പുതിയ കാലത്ത് വായന കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും M. മുകുന്ദൻ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനായനം പരിപാടിയുടെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വണ്ടിയിൽ ചെറുനാരങ്ങ കച്ചവടം ചെയ്യുന്നതിന്റെ മറവിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് രാത്രികാലങ്ങളിൽ ലഹരി പാർട്ടിയും ലഹരി വിൽപ്പനയും. മെത്താഫിറ്റമിൻ സഹിതം യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പുതിയങ്ങാടി സ്വദേശി കുഞ്ഞി അഹമ്മദ് പി എന്നയാളാണ് എക്സൈസിന്റെ പിടിയിലായത്. ലീഡർ കെ കരുണാകരൻ 107ാം ജന്മവാർഷിക ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ ജന്മദിനാഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. വീണ്ടും ഒരു ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ലളിതവും നർമ്മരസം തുളുമ്പുന്നതുമായ ബഷീർ കൃതികൾ ഇതിഹാസ തുല്യമായ സ്ഥാനം നേടിയെടുത്തവയാണ്. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.